शहंशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे। वे बीरबल की ओर मुड़कर बोले, बीरबल, मैं हर चीज को सीखना चाहता हूँ। कल से मेरी पढ़ाई शुरू हो, इसका इंतजाम करो। अगली सुबह जब शहंशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया। दरबार तरह तरह के लोगों से भरा हुआ था। वहाँ बच्चे और बुजुर्ग थे, गृहिणियां और धोबिनें थी, किसान और कचरा बीनने वाले थे, दुकानदार और लिपिक थे, मूर्ख और ज्ञानी थे, और भी न जाने कितनी तरह के लोग थे। इन सब का क्या मतलब है? मैंने आपके आदेशों का पालन किया है राजा। मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके। इस दरबार में मौजूद हर व्यक्ति कुछ न कुछ सिखा सकता है राजा। मतलब क्या है तुम्हारा? बीरबल भीड़ की ओर बढ़े। एक बूढ़ी महिला का हाथ थामकर उन्हें शहंशाह के सामने ले आई। ये मेरे पहला और श्रेष्ठ गुरुओं से है। राजा, बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है, लेकिन सबको यह सीखना चाहिए कि अच्छा इंसान कैसे बन जा सकता है। तुम सच में भाग्यशाली हो बीरबल, जो तुम्हें इतनी समझदार गुरु मिली। വെൽക്കം ബാക്ക് ടു റേസ് ഏഗൺ. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ കണ്ടല്ലോ, ഒരു ആനിമേറ്റഡ് വീഡിയോ കണ്ടു. ആ ഒരു വീഡിയോന്റെ ബേസിൽ നമ്മൾ ലോകകഥ, അതായത് ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന ലോകകഥ കംപ്ലീറ്റ് പഠിക്കാൻ പോവാണ്. ഇനി നമ്മൾ റിവിഷൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഹിന്ദിയിൽ റിവിഷൻ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആദ്യം തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് എന്താണ്, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. ആനുവൽ എക്സാം എഴുതുമ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. शहंशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे. वे बीरबल की ओर मुड़कर बोले. അപ്പോൾ ഷഹൻഷാ അക്ബർ എന്ത് ചെയ്യാണ്, ഗംഭീര ചർച്ചയിൽ മുഴുകി നിൽക്കുന്ന വിദ്വാൻ ആളുകളെ, ഇല്ലെ വിദ്വാൻമാരെ കണ്ടിട്ട് അദ്ദേഹം പറയാണ് എന്ത്, ഒരു കാര്യം അദ്ദേഹത്തിന് തോന്നുകയാണ്. ബീർബൽ, മേ ബഹുത് ചതുർ നഹീ ഹൂ, ഞാൻ അത്ര വലിയ ബുദ്ധിമാനൊന്നും അല്ല. ബഹുത് സീ ऐसी चीजें हैं ജിൻകെ ബാരെ മേ മേ നഹീ ജാൻതാ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്, അതിനെ എല്ലാത്തിനെ കുറിച്ചും എനിക്ക് അറിയില്ല. മേ ഹർ ചീസ് കോ സീഖ്നാ ചാഹ്താ ഹൂ, എനിക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്ത് ചെയ്യണം, പഠിക്കണം. കൽ സേ മേരി പഠായി ശുരു ഹോ, ഇസ്കാ ഇന്തിസാം കരോ, നാളെ മുതൽ എനിക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങണം, നീ അതിനുള്ള ഏർപ്പാട് ചെയ്യൂ എന്ന് പറയാണല്ലേ ബീർബലിനോട്. ആര് പറയാണ്, നമ്മുടെ അക്ബർ പറയാണല്ലേ, അക്ബർ രാജാവ് പറയാണ്. ഇവിടെ കണ്ടോ, നമ്മൾ റെഡ് ലൈൻ കൊണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കണേ. അടുത്ത് നോക്കൂ. അഗലി സുബഹ ജബ് ഷഹൻഷാ ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. അപ്പൊ അടുത്ത ദിവസം രാവിലെ രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിന് മുന്നിൽ നിന്നപ്പോ അദ്ദേഹത്തെ വരവേറ്റത് ഒരു വിചിത്രമായ ദൃശ്യമായിരുന്നു. ദർബാർ തര തര കെ ലോഗോ സെ ഭരാ ഹുവാ ഥാ. ആ ഒരു കൊട്ടാരം ഒരുപാട് വിചിത്രമായിട്ടുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഭരാ ഹുവാ ഥാ, നിറഞ്ഞിരിക്കുകയായിരുന്നു. വഹാം बच्चे और बुजुर्ग दे, गृहिणियां और धोबिनें थी, किसान और कचरा बीनने वाले थे, दुकानदार और लिपिक दे, मुर्ग और ज्ञानी थे, और भी न जाने कितनी तरह के लोग थे. അപ്പൊ അവിടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, അതും നമ്മൾ റെഡ് ലൈൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, അവിടെ ആരൊക്കെയുള്ളത്, ബച്ചെ കുട്ടികളുണ്ട്, ബുജുർഗ് മുതിർന്നവരുണ്ട്, ഗൃഹിണിയാം വീട്ടമ്മമാരുണ്ട്, ധോബിനെ അലക്കുകാരുണ്ട്, കിസാൻ കർഷകരുണ്ട്, കച്ചറാ ബീന്നെ വാല വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട്, ദുക്കാൻദാർ കടക്കാരനുണ്ട്, ലിബിക് ഗുമസ്തനുണ്ട്, മുർഖ് വിഡ്ഢികളുണ്ട്, ജ്ഞാനികളും ഉണ്ട്, അല്ലെ അറിവുള്ളവരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പോലും മനസ്സിലാവുന്നില്ല ആ കൊട്ടാരത്തിന് മുന്നിൽ എത്രത്തോളം ആളുകളൊക്കെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന്, അല്ലെ. ഇൻ സബ് കാ ക്യാ മത്ലബ് ഹേ, ഇതിന്റെ ഒക്കെ ആവശ്യം എന്താണ്? ദേഷ്യം വന്നു ആർക്ക്? നമ്മുടെ അക്ബർ രാജാവിന്. ഷഹൻഷാ ഗർജെ, ഷഹൻഷാ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके
और तुमने मेरा महल राज्य की आदि जनता से भर दिया अब जवाब दो. അതായത് രാജാവ് ബീർബലിനോട് പറയാണ്, അക്ബർ രാജാവ് ബീർബലിനോട് പറയാണ്, നീ എന്റെ കൊട്ടാരം ഈ ലോകത്തുള്ള പകുതി ജനങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്, ഇതിന്റെ ഉത്തരം എന്താണ്, ഇതിന്റെ ആവശ്യകത എന്താണ്, ഇപ്പൊ നീ ഉത്തരം പറയണമെന്ന് വളരെ ദേഷ്യത്തോട് പറയാണ് അല്ലെ. ഉത്തരം നോക്കാം. മാഫി ചാഹത്താ ഹൂം, എന്നോട് പൊറുക്കണം. ജഹാപ്ന, രാജാവേ അല്ലെ, मैंने तो बस आपके आदेशों का पालन किया है, ഞാൻ നിങ്ങള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബീർബലിനെ ജവാബ് ദിയ, ബീർബല് ഉത്തരം കൊടുക്കുകയാണ്. ഗുസ്താഖി മാഫോ, ധിക്കാരം ക്ഷമിക്കണം. पर क्या जहां अपना रेत में घंटों खेलकर अपना मनोरंजन करना जानते हैं. അപ്പോ ബീർബല് അക്ബർ രാജാവിനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ചോദ്യത്തില് ആദ്യത്തെ ചോദ്യം എന്താണ്? മണലില്, രേത്ത് മണലിൽ ഒരുപാട് നേരം കളിച്ചിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ കുറെ നേരം കളിച്ച് ഒരു മനോരഞ്ജൻ അല്ലെ, എൻജോയ്മെന്റ്, അതിന് നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നഹി പർ ഉസ്സേ ക്യാ, എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എന്താണ്? ഷഹൻഷാ ഭൗക്കലാ ഗയേ. അപ്പൊ ഷഹൻഷാ അക്ബർ എന്താണ്, ഞെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്. ക്യാ ആപ് കിസി ഗരീബ് ആദ്മി കി ആംദനി മേം ഘർ ചലാ സക്തേ ഹൈ. അപ്പൊ ബീർബൽ എന്ത് ചെയ്തു? വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്ത്? നിങ്ങൾക്ക് ഒരു സാധാരണക്കാരന്റെ വേതനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. യാ ആപ് ക്യാ ആപ് ജാനത്തെ ഹൈ കി കപ്പടോം സേ ദാഗ് കൈസേ ഹട്ടായാ ജാതാ ഹൈ. ഇനി നിങ്ങൾക്ക് അറിയോ ഈ കറകള്, വസ്ത്രത്തിൽ പറ്റിയിരിക്കുന്ന കറകൾ എങ്ങനെ കളയാമെന്ന് നിങ്ങൾക്ക് അറിയോ? കത്തഈ നഹി, ഒരിക്കലും ഇല്ല. ഷഹൻഷാ അക്ബർ നെ ജവാബ് ദിയ, അക്ബർ രാജാവ് മറുപടി കൊടുക്കുകയാണ്. ക്യാ ജഹാപ്ന ये जानते हैं कि बुवाई कब करनी है. ഇനി നിങ്ങൾക്കറിയോ എന്ത്, എപ്പോഴാണ് വിത്ത് വിതക്കേണ്ടത്? ബുവായി, വിത, എപ്പോഴാണ് വിത്ത് വിതക്കേണ്ടത്? और फसलों को पानी कब देना है. ഫസലോं കോ പാനി എന്താണ്? വിളവിന് എപ്പോഴാണ് വെള്ളം നനയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? യാ കച്ചറേ മേ സേ ഉപയോഗി ചീസോं को कैसे छांटना है. ഈ വൃത്തികെട്ട സാധനങ്ങളിൽ നിന്നെല്ലാം, ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ വേർതിരിക്കാമെന്ന് നിങ്ങൾക്കറിയോ? ഇതൊക്കെ ആരാ ചോദിക്കുന്നേ? ബീർബല്. ആരോടാ ചോദിക്കുന്നേ? അക്ബറിനോട്. യാ കഹാ ഹരേ ഭരേ ചാരാഹാ ഹേ യാ ഹമാരി ഫസലോം കെ ബഡിയാ ദാം കഹാ മിലേംഗെ. ഇനി നിങ്ങൾക്കറിയോ എവിടെയാണ് ഹരേ ഭരേ ചാരാഗാ, വളരെ പച്ചപ്പുള്ള അല്ലെ മേച്ചിൽപ്പുറങ്ങൾ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി ഹമാരി ഫസലോം കെ ബഡിയാ ദാം കഹാ മിലേംഗെ, നമുക്ക് നമ്മുടെ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് എന്തിന്, വിളവിന് എവിടെയാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. യാ കിസി ശബ്ദ കോ ഇത്തനി ഖൂബ്സൂരതി സേ കൈസേ ലിഖേം കി വോ ചിത്ര ജൈസാ ലഗേ. ഇനി പറയാണെന്ത്, ഏതെങ്കിലും ഒരു ശബ്ദം അല്ലെ ഇത്രയും മനോഹരമാക്കിയിട്ട് ഒരു ചിത്രം പോലെ എഴുതാൻ നിങ്ങൾക്ക് പറ്റോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആര്? ബീർബൽ, മന്ത്രിയായിട്ടുള്ള ബീർബൽ അക്ബറിനോട് ചോദിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? കോൺവെർസേഷൻ വരുമ്പോ അവിടെ നമുക്ക് ഉൾപ്പെടുത്താം. ബാക്കി നോക്കാം. നെഹി നെഹി നെഹി, ഹസാർ ബാർ നെഹി, ഇല്ല പറ്റില്ല, 1000 തവണ എനിക്ക് പറ്റില്ല എന്ന് ആര് പറയാണ്? അക്ബർ രാജാവ് സമ്മതിക്കുന്നുണ്ട് അല്ലെ. അക്ബർ ഗുസ്സേ സേ ലാൽ പീലേ ഹോക്കർ ചില്ലായി, വളരെയധികം ദേഷ്യം വന്നു ആർക്ക്? അക്ബർ രാജാവിന്. തബ് ജഹാപ്ന ബീർബലിനെ ശാന്തി സേ കഹ. അപ്പൊ ബീർബൽ എന്ത് ചെയ്യാണ്? വളരെ ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ് ദർബാർ മേ മൗജൂദ് ഹർ ശഖ്സ് ആപ്കോ കുച്ച് നാ കുച്ച് സിഖാ സക്താ ഹൈ. ഈ ദർബാറിൽ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും എന്താണ്, നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഹരേക് ഏസാ കുച്ച് ജാൻതാ ഹൈ ജോ ദൂസരോं को नहीं पता. ഒരാൾക്ക് അറിയുന്നത് മറ്റൊരാൾക്ക് അറിയുന്ന കാര്യമല്ല. प्रत्येक के पास कुछ हुनर है, कुछ ज्ञान है, दिल या दिमाग की कोई खासियत है. ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലുള്ള അറിവുണ്ട്, ബുദ്ധിയുണ്ട് അല്ലെ, ഓരോ തരത്തിലുള്ള ചിന്താരീതികളാണ് ഓരോരുത്തർക്കും എന്നാണ് പറയുന്നത്.
तो सभी शिक्षक भी है और विद्यार्थी भी है. അതുകൊണ്ട് തന്നെ എല്ലാവരും ശിക്ഷകാണ്, അധ്യാപകരാണ്, അതുപോലെ തന്നെ എല്ലാവരും എന്താണ്, വിദ്യാർത്ഥികളുമാണെന്നാണ് ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുന്നത്? ബീർബൽ പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ, ഇതും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, റെഡിങ് കൊണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാമിന് എങ്ങനെയാ ചോദ്യം വരിക? ഓരോരോ ലൈൻസ് അല്ലെങ്കിൽ പാരഗ്രാഫ് തരും, അതിൽ നിന്ന് എടുത്ത് എഴുതണം അല്ലെ. 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഒക്കെ ചോദ്യങ്ങൾ അതിനാണ് വരിക. അപ്പൊ നമുക്ക് ഇതൊക്കെ അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നോക്കൂ, അടുത്ത നോക്കൂ. ഷഹൻഷാ സമജ് ഗയേ കി ബീർബൽ കെ കഹനെ കാ ക്യാ മത്ലബ് ഹെ. അപ്പോഴാണ് അക്ബർ രാജാവിന് മനസ്സിലാവുന്നത് എന്താ, ബീർബൽ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന്. വെഹസ് ദി, അദ്ദേഹം ചിരിക്കുകയാണ്. തബ് തോ തും ഭി ഏക് വിദ്യാർത്ഥി ഹോ ബീർബൽ. അപ്പൊ നിങ്ങളും ഒരു വിദ്യാർത്ഥിയാണോ ബീർബൽ എന്ന് ചോദിക്കുകയാണ് ആര്, അക്ബർ രാജാവ് ബീർബലിനോട്. मैं तो सोचता था कि तुम्हें कोई कुछ नहीं सिखा सकता. ഞാൻ ചിന്തിച്ചിരുന്നത് എന്താണ്, നിന്നെ ഒന്നും പഠിപ്പിക്കേണ്ടി വരില്ല, എല്ലാത്തിനെ കുറിച്ച് നിനക്ക് അറിയാമെന്നാണ് ഞാൻ ചിന്തിച്ചത് എന്ന് പറയാണ്. ബാത് ഇസ്സേ ഉലട്ട് ഹെ, കാര്യം ഇതിൽ നിന്ന് നേരെ വിപരീതമാണ്. ജഹാപ്ന मैं तो हमेशा ही सीखता हूं, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബീർബലിനെ ഉത്തർ ദിയ. ബീർബൽ ബീഡിക്കി ഓർ ബഡേ. ആ സമയത്ത് ബീർബൽ എന്ത് ചെയ്യാണ്, ആ ഒരു തിരക്കിലേക്ക് പോവാണ്. ഏക് ബൂഢി മഹിള കാ ഹാത്ത് ദാം കർ ഉനെ ഷഹൻഷാ കി സാമനെ ലേ ആയി. അപ്പോ അവിടെ നിന്ന് ഒരു ബൂഢി മഹിളയുടെ കൈയും പിടിച്ച് അക്ബർ രാജാവിന്റെ അടുത്തേക്ക് വരികയാണ്. ഉനോനെ കഹാ യേ മേരെ പെഹ്ലെ ഓർ ശ്രേഷ്ഠ ഗുരുവോ മേ സേ ഹേ. ഇവര് എന്റെ ആദ്യത്തെയും അതുപോലെ തന്നെ ശ്രേഷ്ഠ ആയിട്ടുള്ള ഒരു ഗുരുവാണ്. ആര്? ഈ വന്നിരിക്കുന്ന ബൂഢി മഹിള. ബൂഢി മഹിളാനെ ഷഹൻഷാ കോ സലാം കിയാ ഓർ കഹാ. അവര് ബൂഢി മഹിള രാജാവിനെ ഒന്ന് വണങ്ങി എന്നതിന് ശേഷം പറയാണ് എന്ത്, ഹുസൂർ ബുദ്ധിമാൻ വ്യക്തി ജാനത്തെ ഹേ കി സബ് കുച്ച് സീഖ് ജാനാ സംഭവ് നഹി ഹെ. ബുദ്ധിമാന്മാർക്ക് അറിയാം എന്ത്, എല്ലാത്തിനെ കുറിച്ചും പഠിക്കുക എന്നുള്ളത് അത്ര വലിയ ഒരു കാര്യമല്ല അല്ലെ, ആവശ്യമുള്ള ഒരു കാര്യമല്ല. ലേക്കിൻ സബ്കോ യേ സീഖ്നാ ചാഹിയേ കി, പക്ഷെ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അച്ഛാ ഇൻസാൻ കേസേ ബൻ ജാ സക്താ ഹെ. ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാകണമെന്ന് എല്ലാവരും പഠിച്ചിരിക്കണമെന്ന് പറയാണ്. शहनशाह बूढ़ी महिला के शब्दों की सादगी से प्रभावित हुए. वे उनके आगे अदब से झुके और फिर मुड़कर बीरबल से कहा. അപ്പോ അക്ബർ രാജാവ് ബീർബലിന് നേരെ തിരിഞ്ഞിട്ട് പറയാണ് എന്ത്, തും സച്ച് മേ ഭാഗ്യശാലി ഹോ ജോ തുമേ ഇത്തനി സമജ്ദാർ ഗുരു മിലി. നീ ശരിക്കും വളരെയധികം ഭാഗ്യം ചെയ്ത ആളാണ്, നിനക്ക് ശരിയായിട്ടും എന്താണ്, നല്ലൊരു ഗുരുവിനെ തന്നെ കിട്ടിയല്ലോ എന്നാണ് അക്ബർ രാജാവ് ബീർബലിനോട് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മള് ആദ്യത്തെ ചാപ്റ്റർ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ കഥയൊന്ന് നന്നായിട്ട് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ. ഇനി നിങ്ങൾ കമന്റ് ചെയ്യൂ, നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് ചാപ്റ്ററിന്റെ സമ്മറിയാണ് ഇതുപോലെ വേണ്ടത് എന്ന്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.